കണ്ടല്ലോ ലോട്ടിട്ടു. നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് വെള്ളരിക്ക പച്ചടി. കിച്ചടി പച്ചടി കൂടി എപ്പോഴും കിടുമ്പോൾ കൊളാവും. അതെ, അപ്പോൾ നമുക്ക് പച്ചടിയാണ്. പക്ഷെ അത് സദ്യയിൽ പച്ചടി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് പച്ചടി കിച്ചടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഓണസദ്യയിൽ. അപ്പം ഞങ്ങൾ ഇത് ഇതാ നമ്മുടെ നല്ല വെള്ളരിക്കൊക്കെ നല്ല അരിഞ്ഞ് നല്ല കൃത്യം പാകത്തിനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചു മാറ്റുമോ. അപ്പോൾ 2 പച്ചമുളക് ഇട്ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിട്ടത് നമ്മുടെ വെള്ളരിക്ക ഇട്ടു, 2 പച്ചമുളക് ഇട്ടു. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് കുക്കറിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരൊറ്റ അടി അടിച്ചു. കാരണം അല്ലെങ്കിൽ ഇത് ഇതായി ഒഴിക്കണം. മതി. ഒറ്റ വിസിൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ മിന്നിച്ചേക്കണേ ഞങ്ങളെ പച്ചടി മിന്നിച്ചേക്കണേ. ഭംഗിയുള്ള മിനോൾട്ടയുടെ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ഐറ്റംസ് വേണ്ടത് വളരെ നിസ്സാരം. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. നമ്മൾ ഇത് വെച്ചല്ലോ, നമുക്കിത് വേണ്ടതൊന്നുമില്ല. തേങ്ങ നമുക്ക് അരയ്ക്കണം. ഇത് കടുക് പൊട്ടിക്കാൻ കൊല്ലമുളക്, വേപ്പില, കടുക് പൊട്ടിക്കണം. കടുക് അരയ്ക്കുകയും വേണം, നമുക്ക് കടുകും പൊട്ടിക്കണം. അപ്പോൾ ജീരകം നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് കേട്, നമ്മുടെ പുളി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കേട് താളിക്കാനുള്ളത്. ഉപ്പിട്ടു, പച്ചമുളക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പർ പച്ചടി ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, ഒറ്റ വിസിൽ വന്നാൽ മതി ഇതിൻ്റെ അകത്ത്. ഓക്കെ, വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരൊറ്റ കടുക് പൊട്ടിക്കൽ മാത്രം. തേങ്ങ അരച്ചു. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചു നോക്കാം. ഇത് വെള്ളം എടുത്തു കേട്ടോ. സെക്കൻഡ് ഒരു പൊടിക്ക് കുഞ്ഞു ജീരകം കേട്ടോ. അധികം ഇടാൻ ജീരകം കൂടിപ്പോയാൽ ഭയങ്കര ഓക്കോടാണ്. അതെ, കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് അതിൽ വെള്ളം എടുക്കും. നല്ല പേസ്റ്റ് പരുവത്തിലായിക്കോട്ടെ. പച്ചടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. കടുക് പക്ഷേ ഇട്ടിട്ട് നല്ല കുട്ടിക്ക് തരിക്കടുകല്ലേ ഇതിട്ടിട്ട് ഒരു 1/2 സ്പൂൺ നമ്മൾ കടുകിട്ടു. ആ കടുകിന്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ കുറച്ച് കയറി നിൽക്കണം. ഓക്കെ, കടുക് ഒന്നുകൂടി അരക്കണം. മതി. കറക്റ്റ് മതി. അത്ര മതി. അങ്ങനെ ഇരിക്കാൻ പോകും. അപ്പം നമ്മുടെ ഇത് വെന്ത് കിടക്കുകയാണേ. അപ്പം ഞാനിതൊന്ന് പതുക്കെ. ചേച്ചി, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഓണത്തിന് വീട്ടിൽ എല്ലാ വെജിറ്റേറിയൻ കൂട്ടാനും ഞങ്ങൾ 2 ഇതല്ലേടാ. അപ്പം മനുവിൻ്റെ വീട്ടിൽ ഓണം, വിഷു മനുവിൻ്റെ വീട്ടിൽ, ക്രിസ്മസും ഈസ്റ്ററും ഞങ്ങളുടെ വീട്ടിൽ. അപ്പം എല്ലാ സദ്യ ഞങ്ങൾ ഇപ്പം ഉണ്ടല്ലോ. ഡാഡി പറയേ, നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെടുന്നതല്ലേ, അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ലീവാണ്. അമ്മച്ചി ഞങ്ങളൊക്കെ രാവിലെ കുളിച്ച് നല്ല ഡ്രസ്സ്, ഡാഡിക്ക് അതാണ് ഇഷ്ടം, എല്ലാവരും നല്ല കുളിച്ച് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇരുന്നാൽ മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും അന്നത്തെ ദിവസം കേട്ടോ. ഇതാദ്യം നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കും. ഓക്കെ, അരച്ചവരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് തൈരും കൂടി വരുവേ. ഈ തൈരും കൂടി വരാനുള്ളതാണ്. അപ്പോൾ അതാണ്. ഓക്കെ, തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം. ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചാൽ, കടുക് പൊട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കടുകിൻ്റെ ഇതൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് കടുക് ഇട്ടു കേട്ടോ. കടുക് അപ്പോൾ ഞാൻ എൻ്റെ കേട്ടോ നമ്മളപ്പോൾ അതിൻ്റെ ഒരു ബൗളിലോട്ട് സർവിങ് ഡിഷിലേക്ക് മാറ്റും കേട്ടോ. നമ്മുടെ താളിപ്പ് അതിൻ്റെ മുകളിലേക്ക്
ഇതിലേക്ക് കേട്ടോ. ഇതാണ് ഇതിന്റെ കലാശം. അപ്പൊ ഗൈസ് ഇതാ നോക്ക് റെഡി സെറ്റ്. ഞങ്ങളുടെ നമ്മുടെ വെള്ളരിക്ക പച്ചടി സെറ്റായി. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. റെഡി ആയല്ലോ? എല്ലാം റെഡി ആയിട്ടുണ്ട് ചേച്ചി. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഈസി ആയിട്ട് ചെയ്തല്ലേ. നമുക്ക് സദ്യ സദ്യയിലേക്ക് കടക്കാം. പിന്നെ റെഡി ആയത് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയത് പല സ്ഥലങ്ങളിൽ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നത് സദ്യ കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ.